വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നതുപോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഓർമ്മിക്കുക, ദൈവം മനുഷ്യനായത് നമ്മെ വിശുദ്ധീകരിക്കുവാനാണ്. പശുക്കൂട്ടിൽ ശയിക്കുന്നവന്റെ ശ്രേഷ്ഠതയും പശുക്കൂടിന്റെ ലാളിത്യവും ഉണ്ണീശോയുടെ ഇരുവശങ്ങളിലുമായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ശാന്തതയും യൗസേപിതാവിന്റെ നിശബ്ദതയും നിറഹൃദയത്തോടെ തേടിയെത്തി ആരാധിക്കുന്ന ഇടയന്മാരുടെയും ജ്ഞാനികളുടെയും ജാഗ്രതയും തീക്ഷ്ണതയുമെല്ലാം ബെത്ലഹേമിലെ പശുക്കൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയുടെ ജനന സമയത്ത് കിഴക്ക് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം രക്ഷകനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നും ഒരു ചെങ്കോൽ ഉയരും എന്ന ബാലാമിന്റെ പ്രവചനം ഈശോയിൽ പൂർത്തിയാവുകയാണ്. പാപാന്ധകാരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രത്യാശയുടെ നക്ഷത്രമാണ് ഈശോ. കാലത്തിന്റെ അടയാളങ്ങൾ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും എല്ലായിടത്തും എല്ലാറ്റിലും ലോകരക്ഷകനെ അന്വേഷിക്കാനും ക്രിസ്തുമസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മംഗളവാർത്ത പരിശുദ്ധ കന്യകാമറിയത്തിനെയും ഔസേപിതാവിനെയും അറിയിക്കപ്പെടുമ്പോൾ ദൈവഹിതത്തിന് അവരിരുവരും വിനയാന്വിതരായി കീഴ്വഴങ്ങുന്നു. ക്രിസ്തുമസ് പാതിരാവിലെ നൊമ്പരങ്ങളിലും ഈജിപ്തിലേക്കുള്ള പാലായനത്തിലും നസ്രത്തിലേക്കുള്ള മടങ്ങിവരവിലും തിരുകുടുംബം ദൈവപദ്ധതിക്ക് വിധേയപ്പെടുന്നു. ജനനത്തിന്റെ 8-ാം ദിവസത്തിലെ നാമകരണത്തിലും പരിച്ഛേദന കർമ്മത്തിലും 41-ാം ദിവസം ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോഴും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയപ്പോൾ ഉണ്ണീശോയെ വഴിയിൽ നഷ്ടപ്പെട്ടതും നസ്രത്തിലെ രഹസ്യ ജീവിത നാളുകളിലുമെല്ലാം ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്പ്പെടുന്ന തിരുകുടുംബത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. ജീവിത വഴിത്താരകളിൽ എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുവാനും അത് നിവർത്തിക്കുവാനും തിരുകുടുംബം നമ്മെ ക്ഷണിക്കുന്നു. തിരുകുടുംബം നമ്മുടെ കുടുംബങ്ങളെ പൗത്രീകരിക്കട്ടെ. ദേവാലയം പോലെ പവിത്രമാണ് ഓരോ കുടുംബവും എന്ന് തിരിച്ചറിയുകയും അത് നിലനിർത്തി മുന്നേറുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കാം.
കനിവോടെ